എല്ലാവരും മെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഈ ഒരു വീഡിയോയിൽ ബ്യൂട്ടി ഓഫ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട്. എസ്പെഷ്യലി ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ഫീമെയിൽ ഫ്രണ്ട്സ് ആണ്. ആകെ ഒരു മെയിൽ ഫ്രണ്ട് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, ഭയങ്കര ഡീപ്പ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇല്ല. ബാക്കി എല്ലാം ഫീമെയിൽ ആണ്. എൻ്റെ ലൈഫിൽ കൂടുതലും ഉണ്ടായിട്ടുള്ളത് എല്ലാം ഫീമെയിൽ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ആ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബ്യൂട്ടീനെ പറ്റിയിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് പല ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് എന്താ പറയുക, സഖി എന്ന് പറയാൻ ഒരു ഫ്രണ്ട് ഉണ്ടാവും. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് അസൂയ, ഇഷ്ടപ്പെടായ്മ, സെന്റിമെന്റ്സ്, കരച്ചിൽ, വീഴ്ചൽ, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. നല്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫീമെയിൽ ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ഈവൻ മെയിലിനായാലും ഫീമെയിലിനായാലും ഫീമെയിൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അവരൊരു ഇമോഷണൽ മെഡിസിനാണ്. നമ്മൾ പറയാതെ തന്നെ അവർക്ക് പല കാര്യങ്ങളും അറിയാം. നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ നമ്മളോടൊരു ചോദ്യമുണ്ട്, ഞാൻ ഓക്കെ ആണോടാ? ഇവർക്ക് എങ്ങനെ മനസ്സിലായി, എൻ്റെ വീട്ടുകാർക്ക് പോലും മനസ്സിലായില്ലല്ലോ എന്ന് നമുക്ക് തോന്നത്തില്ലേ? അതേപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നമുക്ക്. അതൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനാണ്. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡീപ്പ് ഇമോഷൻ കണക്ഷനാണ്. അതായത് നമ്മൾ മാരേജ് കഴിഞ്ഞാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും പൈസയുടെ വെച്ചിട്ടുള്ള അതൊരു ഇമോഷണൽ കണക്ഷനാണ്. ഒരു മണി വെച്ചിട്ട് നമുക്ക് അതിനെ അളക്കാൻ പറ്റത്തില്ല. അവർക്ക് നമ്മുടെ കൂടെ എല്ലായിടത്തും വരാനും ഒന്നും പറ്റില്ല. അവർക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോഴാണ് അതൊക്കെ മാറിയത്. പണ്ടൊക്കെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇമോഷണലി നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും നമ്മുടെ കൂടെ നിൽക്കും അവർ. ഈവൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അവരത് പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെയല്ലടാ, അങ്ങനെ ചെയ്യടാ, പക്ഷെ നീ ചെയ്ത് ശരിയാണ്, പക്ഷെ ഇങ്ങനെയും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അധികം ജഡ്ജ് ചെയ്യില്ല. നമ്മൾ സ്ട്രോങ് ആണെന്ന് നമ്മളിങ്ങനെ കാണിക്കുമെങ്കിലും അവർക്കറിയാം നമ്മൾ ആരാണെന്ന്. ആക്ച്വലി ഈ ഓരോ മനുഷ്യരും അവരവരുടെ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ സ്ട്രോങ്ങും കോൺഫിഡൻസും എല്ലാം ഒരു മൂട് പടവാണ്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇവർക്ക് മനസ്സിലാവും. കാര്യം ഇവരിതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതേപോലുള്ള ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം എൻ്റെ കൂടെ ഇല്ല എങ്കിലും പക്ഷേ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക, അയ്യോ ഇവരൊന്നും നമ്മുടെ ആരും അല്ലല്ലോ, പിന്നെ എന്തിനാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നാലൊക്കെ അവർ വന്നിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ബൈസ്റ്റാൻഡറായിട്ട് വന്നിരിക്കും. അങ്ങനെ ആര് ചെയ്യും? അങ്ങനെ ചെയ്യത്തില്ല. പല ആൾക്കാരും ചെയ്യത്തില്ല. ഇവരിങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന മെയിൽ ഫ്രണ്ട്സും ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ അറിയാൻ കഴിയാറുണ്ട്. ഒരു നല്ല ഫീമെയിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് അവരെന്തായാലും ഒരു ലവറല്ല, അവരൊരു തെറാപ്പിസ്റ്റ് അല്ല, അവരൊരു ഫാമിലി അല്ല, അവർ നമ്മളുടെ ഒരു കോച്ചല്ല. പക്ഷെ ആക്ച്വലി ഇവരെല്ലാമാണ്. ഇതെല്ലാവർക്കും ഈ റോളെല്ലാം ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ രീതിയിലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, നമ്മളെ മനസ്സിലാക്കുന്നുണ്ടാവും. ഈവൻ ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇവർ ശരിക്കും അവർ നമ്മളെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പേരൻസിനേക്കാൾ ഏറെ ചില സമയങ്ങളിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഫീമെയിൽ ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിന് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ട് കിട്ടും. പെട്ടെന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ. ഒരു ഹഗ് ആയാലും അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയാലും നമ്മൾ കരയും. ഒക്കെ എത്ര വേണമെങ്കിലും കിടന്ന് കരയും. അവരുടെ അടുത്ത് ഫോൺ വിളിച്ച് നമ്മൾ കരയും. അവർ മിണ്ടാതിരുന്ന് കേൾക്കും. ഇതെല്ലാം ഞാൻ നല്ല ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയണത്. അടുക്ക ആൾക്കാരും ഉണ്ട്, നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഫ്രീ സോണാണ്. നമ്മളെ ജഡ്ജൊന്നും ചെയ്യത്തില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ എത്ര വൾണറബിൾ ആയിട്ടാണെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് പറയാം. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. കോൺഫിഡൻറ്റ് ബൂസ്റ്ററാണ്. ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സൈലൻ്റ് ആയിട്ട് ഇവരെ നമ്മളെ കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് തരും. നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയും ശരിയായില്ലല്ലോടാ എന്ന് പറയുമ്പോൾ ഇവർ പറയും ഇതാണ് ശരി, നീ ഇത്ര നന്നായിട്ട് ചെയ്തല്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ലൈഫ് ലോങ് സപ്പോർട്ടാണ്. ലൈഫ് ലോങ് സപ്പോർട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചേച്ചിമാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഫീമെയിൽ ഫ്രണ്ട് ഉണ്ടായെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, മുത്തേ നിന്നെ എൻ്റെ ലൈഫിൽ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് നിങ്ങളവരെ അറിയിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫീമെയിൽ ഫ്രണ്ട് ആരാണ്, ഇതുപോലെ നിങ്ങളുടെ ഒരു ഇമോഷണൽ സപ്പോർട്ടർ ആരാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.